നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഒരു നിമിഷം ശ്വാസം നിർത്തി ചിന്തിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ആഴമേറിയ രഹസ്യങ്ങൾ, അവ തലയറത്താലും ആരോടും വെളിപ്പെടുത്താതിരിക്കാൻ കഴിയുമോ? അത്തരം രഹസ്യങ്ങൾ ബുദ്ധൻ്റെ ജ്ഞാനത്തിൻ്റെ മഹാസമുദ്രത്തിൽ നിന്നുള്ള മുത്തുകളാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആ പുരാതന വനത്തിലേക്കാണ്, ബോധിവൃക്ഷത്തിൻ്റെ നിഴലിലേക്ക്, ഗൗതമ ബുദ്ധൻ്റെ സാന്നിധ്യത്തിലേക്ക്. ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം അവസാനത്തിൽ ഒരു ഹൃദയസ്പർശിയായ രഹസ്യം കാത്തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ തൊട്ടുണർത്തുന്ന ഒരു ഉപദേശം, അത് നിങ്ങളെ മാറ്റിമറിക്കും. ആദ്യമായി എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇവിടെ പുരാതന ജ്ഞാനത്തിൻ്റെ ആഴക്കടലുകളും ജീവിതത്തിൻ്റെ മഹത്തായ പാഠങ്ങളും ഒരുമിച്ചൊഴുകുന്നു. ഇന്നത്തെ കഥ ബുദ്ധൻ്റെ അനശ്വര ഉപദേശങ്ങളുടെ ഹൃദയഭേദിയായ ഒരു അധ്യായമാണ്. അത് നിങ്ങളുടെ മനസ്സിനെ പ്രകാശിതമാക്കും, ഹൃദയത്തെ സ്പർശിക്കും. ഇപ്പോൾ ഈ യാത്രയിൽ ചേരുക, കാരണം ഓരോ വാക്കും നിങ്ങളുടെ ഉള്ളിലെ ശാന്തിയെ ഉണർത്തും. കഥയുടെ തുടക്കം ഒരു മഹത്തായ സായാഹ്നത്തിലാണ്. ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ വനത്തിൻ്റെ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് ഗൗതമ ബുദ്ധൻ തൻ്റെ ശിഷ്യഗണത്തോട് ഇരുന്നു. ആനന്ദൻ, ശാരീപുത്രൻ തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ആഗ്രഹിച്ച് ചുറ്റും ഇരുന്നു. ശിഷ്യരെ ബുദ്ധൻ മൃദുവായി അരുളി, ജീവിതം ഒരു നദിയാണ്, അതിൻ്റെ ഒഴുക്കിൽ ചില മുത്തുകളുണ്ട്. അവ തലയറത്താലും ആരോടും പങ്കുവയ്ക്കരുത്. അവ നിങ്ങളുടെ ആത്മാവിൻ്റെ കവചമാണ്, ഹൃദയത്തിൻ്റെ സമാധാനത്തിൻ്റെ രഹസ്യം. അങ്ങനെ അദ്ദേഹം 8 മഹത്തായ കാര്യങ്ങൾ വിവരിച്ചു. ഞാൻ അവയെ ഒരു കഥയായി, ഹൃദയത്തെ തൊടുന്ന വാക്കുകളോടെ നിങ്ങൾക്ക് പറയാം, ഓരോന്നും ഒരു ചെറിയ കഥയോടെ കലർത്തി മനോഹരമായി ഒഴുകുന്ന രീതിയിൽ. ആദ്യം പശ്ചാത്താപങ്ങളെക്കുറിച്ച് ബുദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ പഴയ തെറ്റുകളുടെ പശ്ചാത്താപങ്ങൾ, അവ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സൂക്ഷിക്കുക. എന്തുകൊണ്ടെന്നാൽ അവയെ പങ്കുവച്ചാൽ ദുഃഖത്തിൻ്റെ കൊടുങ്കാറ്റു വീശും. ഒരു പുരാതന കഥയുണ്ട്. ഒരു യുവാവ് തൻ്റെ യൗവനകാലത്തെ തെറ്റുകൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു നടന്നു. അവൻ്റെ മനസ്സ് ഭാരമുള്ളതായി, ഹൃദയം വേദനിച്ചു. ഒടുവിൽ ബുദ്ധനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനീ ഭാരം മറ്റുള്ളവരിലേക്ക് ചുമത്തുന്നു? ബുദ്ധൻ മറുപടി നൽകി, പശ്ചാത്താപം ഒരു ഗുരുവാണ്, അല്ലാതെ ശൃംഖലയല്ല. അതിനെ ഉള്ളിൽ നിന്ന് പഠിപ്പിക്കട്ടെ, വളരാൻ സഹായിക്കട്ടെ. പ്രിയരെ, നിങ്ങളുടെ പശ്ചാത്താപങ്ങൾ നിങ്ങളുടെ ആത്മവിശുദ്ധിയുടെ വിത്താണ്. അവയെ ആരോടും തുറന്നുകാട്ടാതെ ഹൃദയത്തിൻ്റെ തോട്ടത്തിൽ വളർത്തുക. ഇത് നിങ്ങളെ ശക്തനാക്കും, ജീവിതത്തിൻ്റെ പുതിയ പാതകൾ തുറക്കും. ഇപ്പോൾ ഈ കഥയുടെ ഒഴുക്കിൽ രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് വരാം, ആന്തരിക ശാന്തി. നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തിയും ചിന്തകളുടെ ആഴങ്ങളും ആരോടും അധികം തുറന്നു പറയരുത് എന്ന് ബുദ്ധൻ ഹൃദയഭേദിയായി ഉപദേശിച്ചു. കാരണം അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പവിത്രമായ ക്ഷേത്രമാണ്. ഒരു സന്യാസിയുടെ കഥയോർക്കുക. അവൻ തൻ്റെ ധ്യാനത്തിൻ്റെ മഹത്തായ അനുഭവങ്ങൾ എല്ലാവരോടും പങ്കുവച്ചു. അസൂയയുടെ വിഷം പടർന്നു, വിമർശനങ്ങളുടെ മഴ പെയ്തു. അവൻ്റെ ശാന്തി നഷ്ടപ്പെട്ടു, ഹൃദയം അലയടിച്ചു. ബുദ്ധൻ പറഞ്ഞു, ശാന്തി ഒരു മഹാസമ്പത്താണ്, അതിനെ സ്നേഹിക്കുന്ന ഹൃദയങ്ങളോട് മാത്രം പങ്കുവയ്ക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആന്തരിക ശാന്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രകാശസ്തംഭമാണ്. അതിനെ സംരക്ഷിക്കുക, ദുഃഖത്തിൻ്റെ കൊടുങ്കാറ്റുകളിൽ നിന്ന് രക്ഷിക്കുക. ഇത് നിങ്ങളെ അനശ്വരമായ സമാധാനത്തിലേക്ക് നയിക്കും. കഥയുടെ തുടർച്ചയിൽ മൂന്നാമത്തെ കാര്യം, ഭൗതിക നേട്ടങ്ങൾ. ബുദ്ധൻ അരുളി, നിങ്ങളുടെ സമ്പാദ്യങ്ങളും വിജയങ്ങളും നിരന്തരം പ്രകടിപ്പിക്കരുത്. എന്തുകൊണ്ടെന്നാൽ അത് അത്യാഗ്രഹത്തിൻ്റെ വിഷം ജനിപ്പിക്കും, ഹൃദയങ്ങളെ വേദനിപ്പിക്കും. ഒരു വ്യാപാരിയുടെ ഹൃദയസ്പർശിയായ കഥയുണ്ട്. അവൻ തൻ്റെ സമ്പത്തിൻ്റെ മഹിമ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. സൗഹൃദങ്ങൾ മങ്ങി, അസൂയയുടെ തീ പടർന്നു. ഒടുവിൽ ബുദ്ധൻ്റെ മുമ്പിൽ വീണപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനീ ഭാരം? ബുദ്ധൻ മറുപടി, യഥാർത്ഥ വിജയം ആത്മാവിൻ്റേതാണ്, ഭൗതികമല്ല. അതിനെ സ്വകാര്യമായി ആസ്വദിക്കുക. പ്രിയരെ, നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ മഹാശക്തിയാണ്. അവയെ രഹസ്യമായി സൂക്ഷിക്കുക, ജീവിതത്തിൻ്റെ മഹത്തായ യാത്രയിൽ പ്രചോദനമാക്കുക. ഇനി നാലാമത്തെ രഹസ്യം, നിങ്ങളുടെ വ്യക്തിഗത പ്രയാസങ്ങൾ. ആരോഗ്യത്തിൻ്റെ വേദനകളോ സാമ്പത്തിക ദുരിതങ്ങളോ ആരോടും അധികം വെളിപ്പെടുത്തരുത്. കാരണം അത് നിങ്ങളെ ദുർബലനാക്കും, ഹൃദയത്തെ ഭാരമാക്കും. ഒരു കർഷകൻ്റെ ആഴമേറിയ കഥയുണ്ട്. അവൻ തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ദുഃഖം എല്ലാവരോടും പങ്കുവച്ചു. സഹതാപം വന്നു, പക്ഷേ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ബുദ്ധൻ ഉപദേശിച്ചു, പ്രയാസങ്ങൾ വളർച്ചയുടെ മഹാഗുരുവാണ്, അവയെ ഉള്ളിൽ നിന്ന് ജയിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വെല്ലുവിളികൾ നിങ്ങളുടെ ധൈര്യത്തിൻ്റെ പരീക്ഷണമാണ്. അവയെ ആരോടും ഭാരമാക്കാതെ ഹൃദയത്തിൻ്റെ ശക്തിയോടെ നേരിടുക. അഞ്ചാമത്തേത്, നിങ്ങളുടെ ദുർബലതകൾ. ബുദ്ധൻ ഹൃദയഭേദിയായി അരുളി,
ഭയങ്ങളോ സ്വയം സംശയങ്ങളോ ആരോടും തുറന്നു കാട്ടരുത്. കാരണം അത് നിങ്ങളുടെ ആത്മാവിനെ ദുർബലനാക്കും. ഒരു യോദ്ധാവിൻ്റെ മഹത്തായ കഥയുണ്ട്. അവൻ തൻ്റെ ഭയങ്ങളെ സുഹൃത്തുക്കളോട് പങ്കുവച്ചു. അവർ അതിനെ ഉപയോഗിച്ച് അവനെ തകർത്തു. ബുദ്ധൻ പറഞ്ഞു, ദുർബലങ്ങൾ ഉള്ളിൽ അംഗീകരിക്കുക, അവയെ ശക്തിയാക്കി മാറ്റുക. പ്രിയരെ, നിങ്ങളുടെ ദുർബലങ്ങൾ നിങ്ങളുടെ മഹാശക്തിയുടെ വിത്താണ്. അവയെ രഹസ്യമായി വളർത്തുക, ജീവിതത്തിൻ്റെ യുദ്ധങ്ങളിൽ വിജയിക്കുക. ആറാമത്തെ രഹസ്യം, നിങ്ങളുടെ പദ്ധതികൾ, ഭാവി സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആരോടും അധികം പങ്കുവയ്ക്കരുത്. ബുദ്ധൻ ഉപദേശിച്ചു, കാരണം അത് സംശയങ്ങളുടെ മേഘങ്ങൾ കൊണ്ടുവരും. ഒരു യാത്രികൻ്റെ ഹൃദയസ്പർശിയായ കഥയുണ്ട്. അവൻ തൻ്റെ യാത്രയുടെ പദ്ധതികൾ എല്ലാവരോടും പറഞ്ഞു. ഭയങ്ങളും വിമർശനങ്ങളും വന്നു, അവനെ തടഞ്ഞു. ബുദ്ധൻ അരുളി, പദ്ധതികൾ നിങ്ങളുടെ ആത്മാവിൻ്റെ തീയാണ്, അതിനെ ശാന്തമായി കത്തിക്കുക. പ്രിയരെ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രകാശമാണ്. അവയെ രഹസ്യമായി സൂക്ഷിക്കുക. വിജയത്തിൻ്റെ മഹത്തായ ഫലങ്ങൾ ആസ്വദിക്കുക. ഏഴാമത്തേത്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ. ബുദ്ധൻ ദയയോടെ പറഞ്ഞു, ദയയും ഔദാര്യവും പ്രശസ്തിക്കായി പ്രകടിപ്പിക്കരുത്. കാരണം അത് അവയെ സ്വാർത്ഥമാക്കും, ഹൃദയത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തും. ഒരു ദാനശീലൻ്റെ ആഴമേറിയ കഥയുണ്ട്. അവൻ തൻ്റെ ദാനങ്ങളെ വിളിച്ചു പറഞ്ഞു, പക്ഷേ ആത്മാവ് ശൂന്യമായി. ബുദ്ധൻ ഉപദേശിച്ചു, നല്ല പ്രവൃത്തികൾ നിസ്വാർത്ഥമായിരിക്കണം, അവയുടെ സന്തോഷം ഉള്ളിൽ ആസ്വദിക്കുക. പ്രിയരെ, നിങ്ങളുടെ ദയ നിങ്ങളുടെ ആത്മാവിൻ്റെ മഹാപ്രകാശമാണ്. അതിനെ ആരോടും പ്രകടിപ്പിക്കാതെ ജീവിതത്തിൻ്റെ സമാധാനം കണ്ടെത്തുക. അവസാനമായി എട്ടാമത്തെ രഹസ്യം, നിങ്ങളുടെ ദുർബലതകൾ അത് ഏഴാമത്തേതിനോട് സമാനമാണ്. പക്ഷേ ബുദ്ധൻ്റെ ജ്ഞാനത്തിൽ അത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളാണ്. നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ ആരോടും പങ്കുവയ്ക്കരുത്, അദ്ദേഹം അരുളി, കാരണം അത് ദുഃഖത്തിൻ്റെ വിഷം പടർത്തും. ഒരു ചിന്തകൻ്റെ കഥയുണ്ട്. അവൻ തൻ്റെ നെഗറ്റീവ് വികാരങ്ങൾ പങ്കുവച്ചു, മറ്റുള്ളവരെ ദുഃഖിപ്പിച്ചു. ബുദ്ധൻ പറഞ്ഞു, സത്യവും ആവശ്യവും ദയയും മാത്രം സംസാരിക്കുക. പ്രിയരെ, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മഹാശക്തിയാണ്. അവയെ പോസിറ്റീവാക്കി മാറ്റുക. പ്രിയ സുഹൃത്തുക്കളെ, ഈ 8 രഹസ്യങ്ങൾ ബുദ്ധൻ്റെ ജ്ഞാനത്തിൻ്റെ മഹാസത്തയാണ്. അവയെ ഉള്ളിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതം ശാന്തിയുടെ മഹാസമുദ്രമാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. അടുത്ത കഥയിൽ കാണാം. നമസ്കാരം.